ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ എന്ത് അപ്ഡേറ്റ് ആണ് ഇപ്പം നിലവിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്, നമുക്കതിനെ പറ്റി പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് RRB ജൂനിയർ എഞ്ചിനീയറിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നത്. നമ്മൾ ടെലഗ്രാം ചാനൽസിലും നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ആ നോട്ടീസ്, എന്താണ് അതിനകത്ത് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. രണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് വരും. നോട്ടീസ് വേറെ, നോട്ടിഫിക്കേഷൻ വേറെ. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എത്ര പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ പോസ്റ്റും ഏതൊക്കെ RRBയിലാണുള്ളത്, അതിൽ എത്ര പേർക്ക് കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉൾപ്പെടെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് പ്രായക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അത് എന്ന് വരും. പിന്നെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വാക്കൻസീസ് ഇത്തവണ കുറഞ്ഞു പോയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ഈ പറഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒരു നോട്ടീസ് ഇത് വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, ഈ നോട്ടീസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഡേറ്റ് നോക്കാം. 30/6/2025 ജൂൺ 30 ഇത്തരത്തിലൊരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ക്രിയേഷൻ ഓഫ് അഡീഷണൽ സൂപ്പർവൈസറി ലെവൽ പോസ്റ്റ് ഇൻ ഗ്രൂപ്പ് സി. അപ്പോൾ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് നമുക്ക് ആവശ്യം വരും. ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇത് ആര് പബ്ലിഷ് ചെയ്ത നോട്ടീസാണ്? ആക്ച്വലി ഇത് മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് പബ്ലിഷ് ചെയ്ത നോട്ടീസാണ്. പക്ഷേ ഇത് ക്ലെയിം ചെയ്യുന്നത് IRTSA എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. IRTSA എന്ന് പറയുന്നത് റെയിൽവേയിലുള്ള തൊഴിലാളികളുടെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഒരു അസോസിയേഷനാണ്. അവർ സൂപ്പർവൈസറി പോസ്റ്റുകളിലേക്കായിട്ട് ഒഴിവുകൾ ആവശ്യമുണ്ട്, അവിടെ ഒഴിവുകൾ ധാരാളമായിട്ടുണ്ട്, വർക്ക് ലോഡ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഒഴിവാണ് അവർ ഡിമാൻഡ് ചെയ്തത്? 10,000-ഓളം വരുന്ന പോസ്റ്റുകൾ അവർ ഡിമാൻഡ് ചെയ്തു അറ്റ് ദ ലെവൽ ഓഫ് ജൂനിയർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഈ ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് 30/6/2025 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നോട്ടീസിൽ അവരെന്താണ് പറയുന്നത്? ക്രിയേഷൻ ഓഫ് അഡീഷണൽ സൂപ്പർവൈസറി ലെവൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 30/6/2025 നടന്ന സംഭവം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 18/9/2025 അഥവാ ഇന്നലെ വന്നിട്ടുള്ള നോട്ടീസാണ്. ഇതാണ് പുതിയ നോട്ടീസ്, ന്യൂ നോട്ടീസ്. ഇപ്പോൾ ഈ നോട്ടീസിൽ അവരെന്താ പറയുന്നത്, ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് മാത്രം നമുക്ക് നോക്കാം. അപ്രൂവ്ഡ് വേക്കൻസീസ് എത്ര അപ്രൂവ് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി? ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ്, CMA, അതെല്ലാം ഏത് ലെവലാണ്? ലെവൽ 6 ആണ്. ഫോർ ദ നോട്ടിഫിക്കേഷൻ ഇൻ 2025 നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. റെഫറൻസ് റെയിൽവേ ബോർഡ് ലെറ്റർ, ഒരു ലെറ്റർ പറഞ്ഞിട്ടുണ്ട് റെഫറൻസ് ആയിട്ട്. എന്താണ് ലെറ്റർ? 2024 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറിലുള്ള ഒരു ലെറ്റർ. ഓക്കെ, ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പറിലുള്ള ഒരു ലെറ്റർ, ആൻഡ് ആ ലെറ്റർ ഡേറ്റ് ചെയ്തിരിക്കുന്നത് 10/10/2024 10/10, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 2024 ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ. ആ ലെറ്ററിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് പ്രകാരം ഇത്രയും വേക്കൻസീസ് ഞങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നോട്ടീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ഡേറ്റിലാണ് വന്നിരിക്കുന്നത്? 10/10/2024 ഡിമാൻഡ് പ്രകാരമുള്ള വേക്കൻസീസ് വന്നിരിക്കുന്നു. എത്രയാണത്? 2570. 10,000 വേക്കൻസീസ് ജൂൺ 30 ഓൾറെഡി, അതായത് ഇതിനൊക്കെ ശേഷം 10/10/2024 ശേഷം IRTSA നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 10,000-ഓളം ഒഴിവുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് മുന്നേ ഉള്ള ഒരു ഡേറ്റിലെ റിക്വയർമെൻറ്റ് പ്രകാരം 2570 വേക്കൻസീസ് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നോട്ടീസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 18/9/2025 പറഞ്ഞിട്ടുള്ള ഈ നോട്ടീസ് നമ്പർ എന്താണെന്ന് നോക്കാം. ആ നോട്ടീസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 2024 ഈ നമ്പറല്ലേ, 2024 ഈ RRB 2538, 2024 ഈ RRB 2538. ഇത് എന്താണ്? ഇത് ബേസിക്കലി ആനുവൽ കലണ്ടറാണ്, റെയിൽവേയുടെ ആനുവൽ കലണ്ടറാണ് ഇവർ ഇപ്പുറത്ത് പറഞ്ഞിട്ടുള്ള ആ നോട്ടീസ്. അത് ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? 10/10/2024. അപ്പോൾ റെയിൽവേ ഒക്ടോബർ 10 പുറത്തിറക്കിയ ആനുവൽ കലണ്ടറിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നടത്തുമെന്നും അതിലേക്കുള്ള വേക്കൻസീസ് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിനുള്ള മറുപടിയായിട്ടാണ് 2570 വേക്കൻസീസുമായിട്ട് RRB ഇപ്പോൾ നോട്ടീസ് പുറത്തുവിട്ടിട്ടുള്ളത്. 18/9/2025 നമ്മൾ നേരത്തെ കണ്ട നോട്ടീസ് പുറത്തുവിട്ടിട്ടുള്ളത്, ഈ നോട്ടീസ്. ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മുടെ ഈ IRTSA എന്ത് ചെയ്തിട്ടുള്ളത്? വേക്കൻസി കൂട്ടണം, 10,000-ഓളം വേക്കൻസി ആക്കണമെന്നുള്ള എല്ലാം പറഞ്ഞുകൊണ്ടുള്ള അവരുടെ നോട്ടീസ് അയക്കുന്നത്. എനിവേ, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2570 വേക്കൻസീസ് ഷുവറാണ്. അതിൻ്റെ മുകളിലേക്ക് വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് നിലവിൽ അറിയാനായിട്ട് സാധിക്കില്ല.
അത് ഒറിജിനൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഒരു നോട്ടീസ് പുറത്തു വരാറുണ്ട്. ഒരു മാസം മുന്നെയെങ്കിലും നോട്ടീസ് പുറത്തു വരാറുണ്ട്. അപ്പോൾ ആ നോട്ടീസ് വരുമ്പോഴേ നമുക്ക് എക്സാക്ട് നമ്പർ ഓഫ് വേക്കൻസീസ് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ കൺഫേം ആയിട്ടും 2570 വേക്കൻസി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 10/10/2024 പറഞ്ഞിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് ആനുവൽ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇന്നലെ വന്നു എന്ന് പറയുന്ന നോട്ടീസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നോട്ടീസ് നോക്കാവുന്നതാണ്. ആ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള ഒഴിവുകളെ 2570 ഒഴിവുകളെ ഞാൻ എന്ത് ചെയ്യുന്നു, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് എത്രയൊക്കെ ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ നോട്ടീസിൽ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും 35 പോസ്റ്റുകളാണുള്ളത്. 35 പോസ്റ്റ്, അതായത് വരാനിരിക്കുന്ന JEE എക്സാമിന് 35 പോസ്റ്റുകളുടെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടീസാണ് നിലവിലുള്ളത്. ഒറിജിനൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇതിലെ പോസ്റ്റുകൾ മെർജ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് പോസ്റ്റ് ചിലപ്പോൾ കുറയാം. പക്ഷേ വേക്കൻസി മാറില്ല. 2570 വേക്കൻസി ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഫ്യൂച്ചറിൽ വേക്കൻസി കൂടാനുള്ള ഒരു സാധ്യത കൂടെയുണ്ട്. അത് ഓപ്പൺ ആക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ IRTSയുടെ റെക്കമെൻഡേഷൻ അവിടെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഫർദർ വേക്കൻസീസ് കൂടാം. ഇതിന് മുന്നേ അങ്ങനെ കൂട്ടിയ ചരിത്രമുണ്ട്. 2024 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് ആദ്യം വന്ന വേക്കൻസിയിൽ നിന്നും ഏകദേശം 10,000-ഓളം വേക്കൻസീസ് അവർ കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം വന്നുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് ആദ്യം വന്ന വേക്കൻസിനേക്കാളും വിട്ട് 5,000-ഓളം 6,000-ഓളം വേക്കൻസീസ് അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പം വേക്കൻസി കൂട്ടുന്നത് RRBക്ക് ഒരു പുത്തരിയുള്ള കാര്യമല്ല. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഹോപ്പ് ചെയ്യാം വേക്കൻസി കൂടട്ടെ എന്നുള്ളത്. ഇനി അതല്ലെങ്കിൽ തന്നെ 2570 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് 66 ലക്ഷം കുട്ടികളാണ് അപ്ലൈ ചെയ്തത് ഇന്ത്യയിലെമ്പാടും. +2 ക്വാളിഫിക്കേഷനുള്ള ആ എക്സാമിന് 66 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്ത ആ എക്സാമിൻ്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3000 മാത്രമാണ്. എന്നാൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള എക്സാമാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അതിന് 2570 വേക്കൻസി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിൽ കൂടി അതൊരു ചെറിയ നമ്പർ അല്ല. SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് എത്ര വേക്കൻസിയാണുള്ളത്? ഇതിൻ്റെ പകുതി വേക്കൻസിയാണുള്ളത് അല്ലേ? അപ്പോൾ ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള വേക്കൻസി പോലും, ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള വേക്കൻസി പോലും ഒരു ചെറിയ വേക്കൻസി അല്ല, ചെറിയ നമ്പർ അല്ല. ഇനി കഴിഞ്ഞ വർഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വേക്കൻസി കുറഞ്ഞു പോയില്ലേ ചോദിച്ചാൽ തീർച്ചയായിട്ടും കുറഞ്ഞു പോയി. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ വേക്കൻസി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സാം എഴുതണ്ടെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിലോ അടുത്ത വർഷം ഇതിലും കുറച്ച് വേക്കൻസി ആണെങ്കിലോ വരുന്നുണ്ടെങ്കിലോ, കാരണം വർഷം പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും പരീക്ഷ നടത്തുന്നുള്ള കാര്യത്തിൽ RRB തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം 8 നോട്ടിഫിക്കേഷൻ പുറത്തിട്ടു. 8 നോട്ടിഫിക്കേഷനിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചു. ഈ വർഷം ഓൾറെഡി 4 നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു അല്ലേ? ഇത് 5ാമത്തെ നോട്ടിഫിക്കേഷനായിട്ടാണ് നമ്മൾ JEE എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ വർഷവും ഇനി എക്സാം ഉണ്ടായിരിക്കും. പഠിക്കുന്നത് വെറുതെ ആയിരിക്കില്ല. നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് എടുക്കാവുന്നതാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ വേക്കൻസിയുടെ നമ്പർ നോക്കിയിട്ടാവരുത് പഠിക്കാൻ ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നോട്ടീസ് പ്രകാരമുള്ള വേക്കൻസീസും പോസ്റ്റുകളും നമുക്ക് നോക്കാം. ഇലക്ട്രിക്കലിന് 489 പോസ്റ്റുകളാണുള്ളത്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഇലക്ട്രിക്കൽ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് 489 വേക്കൻസി ഉണ്ട്. അത് 7 പോസ്റ്റുകളാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. അത് ഏതൊക്കെ സബ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഓരോ പോസ്റ്റിനും എത്ര വേക്കൻസീസ് ഉണ്ടെന്നുള്ളതും ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 489 പോസ്റ്റാണ് ഇലക്ട്രിക്കലുകാർക്കുള്ളത്. സിവിലുകാർക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് സിവിലുകാർ മാത്രം കോമ്പീറ്റ് ചെയ്യുന്ന, സിവിലുകാർ മാത്രം എഴുതുന്ന പോസ്റ്റാണ്. 847 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ളത്. ഇനി മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം 806 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ളത്. അവർക്ക് 14 പോസ്റ്റുകളുണ്ട്. 14 പോസ്റ്റുകൾ, 806 വേക്കൻസീസ്. ഈ കളർ കോഡ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി SNT എന്ന് പറയുന്നത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അവർക്ക് 218 വേക്കൻസിയാണുള്ളത്. 218 വേക്കൻസിയാണുള്ളത്. ഇത് കൂടുതൽ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അതിനുശേഷം ഏത് ഡിപ്ലോമയുള്ള ആളുകൾക്കും 3 ഇയർ ഡിപ്ലോമയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. 195 വേക്കൻസീസ് ഉള്ള DMS എന്ന് പറയുന്ന പോസ്റ്റ്. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 1ഉം 5ഉം 6 വേക്കൻസീസ്, 6ഉം 14 20 പോസ്റ്റ്, 20ഉം 8ഉം 28 പോസ്റ്റ്, 28ഉം 7ഉം 35 പോസ്റ്റ്. ഈ രീതിയിൽ 35 പോസ്റ്റുകളിലേക്കാണ് ആ നോട്ടീസിനകത്ത് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ ഇലക്ട്രിക്കൽ 480 പോസ്റ്റ്, പിന്നെ പറഞ്ഞത് എഞ്ചിനീയറിംഗ് അഥവാ സിവിൽ 847 വേക്കൻസി, പിന്നെ പറഞ്ഞ മെക്കാനിക്കൽ 806 വേക്കൻസി, പിന്നെ പറഞ്ഞ SNT 218 വേക്കൻസി, പിന്നെ പറഞ്ഞത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 195 വേക്കൻസീസ് ഉള്ള DMS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുകൊണ്ട് തീരുന്നില്ല. അപ്പോൾ 489 പോസ്റ്റ് മാത്രമാണോ അല്ലെങ്കിൽ 480 ഒഴിവുകളിലേക്ക് മാത്രമാണോ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്?
അല്ല. 2024 നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടപ്പോൾ ഇലക്ട്രിക്കൽ സ്ട്രീം എടുത്ത ആളുകൾക്ക് ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യുന്ന ഈ ഒഴിവുകളിലേക്കും അപ്ലൈ ചെയ്യാം, മെക്കാനിക്കൽ അപ്ലൈ ചെയ്യുന്ന ഒഴിവുകളിലേക്കും അപ്ലൈ ചെയ്യാം, DMSന്റെ ഒഴിവിലേക്കും അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് സിവിലുകാരുടെ പോസ്റ്റ് മാത്രമാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഒരേപോലെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകൾ. എന്ന് വെച്ചാൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കലുകാർക്ക് ഏത് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല? SNTയുടെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനത് ഇവിടെ ഒരു ചാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഡിപ്ലോമ കയ്യിലുള്ള ആൾക്കും 195 ഒഴിവിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ DMS എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ സിവിലുകാരാണെന്നുണ്ടെങ്കിൽ DMS എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന എല്ലാ വേക്കൻസീസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2570 നിങ്ങൾ മത്സരിക്കുന്ന 1042 ഒഴിവുകളുണ്ട്. ഓക്കെ. മെക്കാനിക്കലുകാരാണെന്നുണ്ടെങ്കിൽ DMS ഒബ്വിയസ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മെക്കാനിക്കലിൻ്റെ ഒഴിവുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കലിൻ്റെ ഒഴിവുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ 1490 ഒഴിവുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ DMS നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും മെക്കാനിക്കലിൻ്റെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സികാർക്കും SNTയുടെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 1708 ഒഴിവുകളിലേക്കാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ 2570 1708 എന്ന് പറഞ്ഞാൽ 66% വേക്കൻസിയും ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആസ് പെർ 2024 നോട്ടിഫിക്കേഷൻ ഈ രീതിയിലാണ് ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയത്. ഇത്തവണത്തെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കൊക്കെ ഏതൊക്കെ പോസ്റ്റുകൾ ഏതൊക്കെ കാറ്റഗറി നമ്പർ എന്നുള്ളതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലം നമ്മളത് ചെയ്തതാണ്. ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്രദമായതാണ്. ഏതൊക്കെ പോസ്റ്റുകൾ ഏതൊക്കെ സോണിൽ ഏതൊക്കെ കാറ്റഗറിക്കാർ എന്തൊക്കെ നോക്കി അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. ഇനി ഇതാണ് സദേൺ റെയിൽവേ. സദേൺ റെയിൽവേ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ചെന്നൈ എന്നോ അതുപോലെ തന്നെ ട്രിവാൻഡ്രം എന്നല്ല കൊടുത്തിരിക്കുന്നത്. സദേൺ റെയിൽവേ ഈ രീതിയിലാണ് നോട്ടീസിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സദേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 RRBs ആണ് വരുന്നത്. ബേസിക്കലി സദേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന 2 RRBs ആണ്. ഒന്ന് ചെന്നൈ എന്ന് പറയുന്ന RRB ഉണ്ടായിരിക്കും, 2 ട്രിവാൻഡ്രം എന്ന് പറയുന്ന RRBയും ഉണ്ടായിരിക്കും. ട്രിവാൻഡ്രം എന്ന് പറയുന്ന RRBയും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ 2 RRBകളിലേക്കായിട്ട് വരുന്ന ഒഴിവ് എന്ന് പറയുന്നത് 219 ഒഴിവാണ് ആകെത്തുക വരുന്നത്. ഈ 219-ൽ 32 പോസ്റ്റുകൾ ഇലക്ട്രിക്കലാണ്, എഞ്ചിനീയറിംഗുകാർക്ക് 70, മെക്കാനിക്കലുകാർക്ക് 62, SNTക്കാർക്ക് 15, DMSകാർക്ക് 40. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ട് തൊട്ട് മുന്നേ കാണിച്ച ചാർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് ഈ 219-ൽ നിന്നും ആകെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഏത് മാത്രമാണ്? ഈ 70 വേക്കൻസി മാത്രമാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാക്കി 149 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലുകാർക്ക് എന്തുകൂടെ പറ്റില്ല? ഈ 15 കൂടെ പറ്റില്ല, അതുകൂടെ കുറച്ച് 134 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗുകാർക്ക് ഈ 70 അപ്ലൈ ചെയ്യാം, ഈ 40 അപ്ലൈ ചെയ്യാം, അങ്ങനെ 110 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി ഏത് ഡിസിപ്ലിനുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് DMS പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഈ 40 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ സദേൺ റെയിൽവേ മാത്രമാണ് എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വേക്കൻസീസ് പുതുക്കുകയാണെങ്കിൽ ആ പുതുക്കിയ വേക്കൻസി വെച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊരു ഇത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടീസിനകത്ത് നമുക്ക് കമ്മ്യൂണിറ്റി വൈസ് ഉള്ള വേക്കൻസീസ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് സദേൺ റെയിൽവേയുടെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു 2 ടയർ എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 2 ടയർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. ഒന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം. ടെക്നിക്കൽ എക്സാമായിട്ട് കൂടെ ടയർ 1 എന്തിനാണ് നോൺ ടെക്നിക്കൽ ആക്കിയത്? അൺഫോർച്ചുനേറ്റ്ലി RRB അങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാമിന് ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. ഇത് എത്ര സമയമാണ് ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത്? 90 മിനിറ്റാണ്, 100 മാർക്കാണ്. ഇതിന് എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും? ഇതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, മാത്സ് റീസണിങ് പഠിക്കണം, പിന്നെ സയൻസ് പഠിക്കണം, GK പഠിക്കണം. ഈ 4 കൂടെയാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CBT 2 എന്ന് പറയുന്നത് 150 മാർക്കാണ്. ഇതിനകത്ത് 100 മാർക്ക് ടെക്നിക്കൽ ഉണ്ട്, 50 മാർക്ക് നോൺ ടെക് ഉണ്ട്.
അപ്പോൾ ഈ 50 മാർക്കിൻ്റെ ഒരു 80% ടോപ്പിക്കെങ്കിലും നിങ്ങൾ എവിടെ കവർ ചെയ്തിട്ടുണ്ടാവും? ഇവിടെ കവർ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. CBT 1 ഒരു 80% ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവിടെയും വരുന്നത്. സയൻസും GK അങ്ങനെ തന്നെ അവിടെയും വരുന്നുണ്ട്. 30 മാർക്കിന് സയൻസും GK അവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റ്, കമ്പ്യൂട്ടർ അങ്ങനെ 2 ടോപ്പിക്കും കൂടെ ആയിട്ടാണ് 50 മാർക്ക് അവിടെ വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിഫിക്കേഷനും അതിന് മുന്നത്തെ കൊല്ലത്തെ നോട്ടിഫിക്കേഷനും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു രീതിയിലായിരിക്കും ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കും. പുതിയ വല്ല പാറ്റേൺ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇതിലെ ടയർ 1 അഥവാ ഈ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന സംഭവം 100 മാർക്ക് 90 മിനിറ്റ് എന്ന് പറഞ്ഞാലും ഇതെന്താണ്? ഇത് ക്വാളിഫയിങ് മാത്രമാണ്. ഇതിൽ നേടുന്ന മാർക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ഫൈനൽ ലിസ്റ്റിന് ബാധിക്കുന്നില്ല, ഫൈനൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നില്ല. SSC പോലെയല്ല. SSCയിൽ അങ്ങനെയല്ലല്ലോ. SSC ജൂനിയർ എഞ്ചിനീയറിന് എല്ലാ ലിസ്റ്റിലെയും മാർക്ക് അല്ലെങ്കിൽ എല്ലാ ടയറിലെയും മാർക്ക് ആഡ് ചെയ്ത് പോകും. ഇവിടെ അങ്ങനെയല്ല. ഇത് ക്വാളിഫയിങ് ആണ്. പക്ഷേ ഇത് ക്വാളിഫൈ ആവണമെങ്കിൽ ഈ നോൺ ടെക് നിങ്ങൾ പഠിച്ചേ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 150 മാർക്കിൻ്റെ എക്സാമിലേക്ക് വരുന്നു. ഇതെന്താണ്? ഇത് റാങ്ക് മേക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ വാങ്ങിക്കുന്ന ഓരോ മാർക്കുമാണ് നിങ്ങളുടെ ലിസ്റ്റിനകത്ത് വരുന്നോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ കട്ട് ഓഫും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. മെഡിക്കൽ ആൻഡ് DV മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും, DV എങ്ങനെയായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ അക്കാഡമിയുടെ ചാനലിലും റെയിൽവേയുടെ ചാനലിലും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ നോൺ ടെക്കിൻ്റെ സിലബസ് മാത്രമാണ് കാണിക്കുന്നത്. കാരണം ടെക്നിക്കൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിവിലുകാരും മെക്കാനിക്കലുകാരും ഇലക്ട്രിക്കലുകാരും ഇലക്ട്രോണിക്സുകാരൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ട് നോൺ ടെക്നിക്കലെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നോൺ ടെക്നിക്കൽ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടയർ 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, സയൻസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ടയറിൽ GK ഉണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ GK ഈ സിലബസ് തന്നെയാണ് ഈ സിലബസ്. സയൻസിലെ ഫിസിക്സും കെമിസ്ട്രിയും ഇതാ ഇവിടെയുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി അത് ഇവിടെയുണ്ട്. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റും മാത്രമാണ് എക്സ്ട്രാ ടയർ 2 പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി വാട്ട് നെക്സ്റ്റ്? അടുത്തത് എന്ത്? ഒരു നോട്ടീസ് വന്നു, അടുത്തത് എന്ത് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അതിലെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള ഒരു ചോദ്യം പല കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരാം. കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷത്തെ കേസിൽ 2024 കേസിൽ RRB 6 വർഷത്തിന് ശേഷം നോട്ടീസ് പുറത്തുവിട്ടത് 13/06/24 RRB എന്ത് ചെയ്തു? ഒരു നോട്ടീസ് പുറത്തുവിട്ടു. ആദ്യം ഒരു നോട്ടീസ് പുറത്തുവിട്ടു. ഏകദേശം ജൂലൈ 28, 29 ദിവസങ്ങളിൽ, എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, 28, 29 ദിവസങ്ങളിലായിട്ട് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ വർഷത്തെ സിനാരിയോ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശം ആദ്യം നോട്ടീസ് വന്നത് ഇപ്പം സെപ്റ്റംബർ 18 അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ ഈ ഡേറ്റിലാണ് നമുക്ക് നോട്ടീസ് വന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് എക്സ്പെക്ട് ചെയ്യാം. എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നടക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളങ്ങനെ വാശി പിടിക്കുകയും ചെയ്യരുത്. സാറ് പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ വന്നതെന്ന് പറയരുത്. നമ്മൾ അതിൽ നിന്നും ഒരു ഊഹം വെച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ഒക്ടോബർ മാസം ഒരു 15th ശേഷം എന്ത് ചെയ്യാം? എന്ന് വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ ജൂലൈ 30 തൊട്ട് ഓഗസ്റ്റ് 29 വരെയായിരുന്നു അതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവായിട്ട് ഇരുന്നത്. ഈ പറയുന്ന അത്രയും ദിവസങ്ങളിലാണ്. സെപ്റ്റംബർ 8 അതിൻ്റെ കറക്ഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 8. അതിനുശേഷം ഡിസംബർ 6 എന്ത് ചെയ്യുന്നത്? എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ നോട്ടിഫിക്കേഷൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള എക്സാമിൻ്റെയും ഇടയിൽ നമുക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു കഷ്ടി സമയം? ഒരു 90 ദിവസം അല്ലെങ്കിൽ ഒരു 100 ദിവസമാണ് എക്സാമിന് കിട്ടിയത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 100-120 ദിവസത്തിനുള്ളിൽ പരീക്ഷ നടത്താനുള്ള സാധ്യത നമുക്ക് മുൻകാല എക്സ്പീരിയൻസ് കൊണ്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒക്ടോബർ പകുതിക്ക് ശേഷം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ വരാം. കാരണം ഇതിപ്പം ഒരു നോട്ടീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ നോട്ടീസ് അല്ലാതെ വാക്കൻസീസ് കംപ്ലീറ്റ് ആയിട്ട് എത്ര പോസ്റ്റുകളുണ്ടെന്നുള്ളതൊക്കെ ഫൈനലൈസ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ്, ഒരു എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് കൂടെ വരും. ആ നോട്ടീസിനകത്തായിരിക്കും അവർ എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ പുറത്ത് വരാമെന്നുള്ളതും എന്നായിരിക്കും അപ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവ് ആവാമെന്നുള്ളതും പറയുന്നുണ്ടായിരിക്കുക. സെക്ഷൻ കൺട്രോളറിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ റെയിൽവേയുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോട്ടീസ് വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിനകത്ത് അവർ പറഞ്ഞിരുന്നു സെപ്റ്റംബർ മാസം 15 നോട്ടിഫിക്കേഷൻ വരുമെന്ന്. ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞ ഡേറ്റിനകത്ത് തന്നെ RRB എന്ത് ചെയ്തു? നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടു. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ 15 ശേഷം, കാരണം ഒക്ടോബർ 14 വരെ സെക്ഷൻ കൺട്രോളറിൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവാണ്. അതിന് ശേഷമായിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി JEEയുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത. ഓക്കെ,
രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാക്കൻസീസ് റിവൈസ് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വിത്ത് ഡേറ്റ് ഞാൻ അതിന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 10, 2024 ആനുവൽ കലണ്ടർ വന്നത്. ആനുവൽ കലണ്ടറിൽ എഴുതിയിട്ടുള്ള റിക്വയർമെൻറ്റ് പ്രകാരം അപ്രൂവ്ഡ് വാക്കൻസീസ് ആണ് 2570 എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ജൂൺ 30 IRTS 10,000-ഓളം ഒഴിവുകളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കുന്നത്. അതിൻ്റെ പുറത്ത് RRB വാക്കൻസീസ് ഇൻക്രീസ് ചെയ്യാനുള്ള തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് RRB തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു 30/6/2025. ഓക്കെ, അപ്പോൾ അത് പ്രകാരം എന്തെങ്കിലും ഒരു ഇൻക്രിമെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് സ്റ്റിൽ എത്ര വാക്കൻസി ഉണ്ട്? 2570 വാക്കൻസി ഉണ്ട്. ആ വാക്കൻസി ഒരു ചെറിയ നമ്പർ അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാമ്പിളും SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാമ്പിളും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് അല്ലേ? ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100-120 ദിവസത്തിനുള്ളിൽ പരീക്ഷ നേടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇനി സെക്ഷൻ കൺട്രോളിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള മാത്സും റീസണിങ്ങും മാത്രം പഠിച്ചാൽ 70,000-ഓളം ശമ്പളം കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ മാത്സിലും റീസണിങ്ങിലും നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്. അത് JEE എക്സാമിനും പഠിക്കാനുണ്ട്. ഇപ്പോൾ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾ ഓൾറെഡി മാത്സിലും റീസണിങ്ങിലും നിങ്ങൾക്ക് ചെറിയൊരു പ്രാവീണ്യം ഉണ്ടായിരിക്കും. ബിടെക്കാരോ ഡിപ്ലോമക്കാരോ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ കൺട്രോളർ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. JEEയുടെ ഒരു പ്രിലിംസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടോ കണ്ടാലും മതി സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പരീക്ഷയെ. നിങ്ങൾക്ക് അത് എഴുതി നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി സെക്ഷൻ കൺട്രോളറിൻ്റെ കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അതിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർക്ക് സെക്ഷൻ കൺട്രോളറിൻ്റെ പോസ്റ്റിലേക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ചും കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ബാച്ചും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്നിക്കലും നോൺ ടെക്നിക്കലും അടങ്ങുന്ന ആണ് ഇലക്ട്രിക്കൽ ബാച്ച്. അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ ബാച്ച് എന്ന് ഇലക്ട്രോണിക്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഉണ്ട്, ടെക്നിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, നോൺ ടെക്നിക്കലിന് മാത്രമായിട്ടുള്ള ഒരു ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൽ ഏത് ബാച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ RRB JEEക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ 5 ബാച്ചസ് ഉണ്ട്. ഇതിലേത് ബാച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താഴെ നമ്മൾ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടാവും. ആ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതല്ലാതെ സ്കോറിൻ്റെ കൂടെ സ്കോർ ഫാമിലിയുടെ ഭാഗമാവുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി സ്കോർ റെയിൽവേക്ക് വേണ്ടിയിട്ടും ഒരു റിവിഷൻ സീരീസ് ഫോം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. സ്കോർ റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു 1000-ഓളം കുട്ടികൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. റെയിൽവേ എക്സാംസിൻ്റെ, അതിപ്പം ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം മാത്രമല്ല മറ്റെല്ലാ റെയിൽവേ പരീക്ഷകളുടെയും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം ആ ഗ്രൂപ്പിൽ നമ്മൾ വരുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് നേരിട്ട് സംവദിക്കാവുന്നതാണ്. ഓപ്പൺ ചാറ്റ് ഗ്രൂപ്പാണ്. നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ അപ്ഡേറ്റ്സ് നമ്മളവിടെ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ നിലവിൽ 1000-ഓളം കുട്ടികൾ അതിനകത്തുള്ളത്. താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. റെയിൽവേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി റെയിൽവേ നമ്മുടെ ടെക്നിക്കലിന് നമ്മുടെ സ്കോർ അക്കാഡമിയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അവിടെ പവർ സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ RRB റിവിഷൻ എക്സ്പ്രസ് സീരീസ് നമ്മൾ ഓൾറെഡി റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സീരീസാണിത്. ഇത് ഓൾറെഡി നമ്മൾ ലൈവായിട്ട് നമ്മൾ റണ്ണിങ് ആണ് നിലവിൽ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി ഷെഡ്യൂളും ഡെയിലി പ്ലാനോട് കൂടിയാണ് ഈ റിവിഷൻ സീരീസ് പോകുന്നത്. അതിലൊരു റിവിഷൻ ക്ലാസ്സസും അതിൻ്റെ PDF സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീക്ക്ലി ക്യൂസസും അവൈലബിൾ ആണ് അതിനകത്ത്. ഓക്കെ, അപ്പോൾ RRBയുടെ നമ്മുടെ നോൺ ടെക്നിക്കൽ സൈഡ് നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് നോൺ ടെക്നിക്കൽ കോഴ്സസ് എടുക്കാവുന്നതാണ്. RRBയുടെ നോൺ ടെക്നിക്കൽ ഈ പറയുന്ന പോലെ ക്ലാസ്സസ് റിവിഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ എക്സ്പ്രസ് സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സിവിലിൻ്റെ മെക്കാനിക്കലിൻ്റെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിവിഷൻ എക്സ്പ്രസ് സീരീസ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ നോൺ ടെക്നിക്കലിൻ്റെ ക്ലാസ്സസും ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് അതിൻ്റെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്ന് കണ്ടു നോക്കുക. ഇത് റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം റിവിഷൻ എക്സ്പ്രസ് സീരീസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ഉപകരിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപകരിക്കാം. അപ്പോൾ ആ രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു റിവിഷൻ എക്സ്പ്രസ് സീരീസ് ആണിത്. ഇത് നോൺ ടെക്നിക്കലിൻ്റെ ഭാഗമാണ്. കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. നോൺ ടെക്നിക്കലിനുള്ള എല്ലാ ടോപ്പിക്സുമാണ് നമ്മളിവിടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിലൂടെ പോകുന്നത്. ആൻഡ്
ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അതിനകത്ത് മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, സയൻസിലെ 3 വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട്, ആൻഡ് GKയിലെ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് പോലുള്ള എല്ലാ വിഷയങ്ങളും നമ്മളിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിവിഷൻ സീരീസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വീക്ക്ലി ഷെഡ്യൂളോടുകൂടി ഡെയിലി പ്ലാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോഴേ ഇത് ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ 2 സ്റ്റഡി ഗ്രൂപ്പുകളുടെ ഭാഗമാകാവുന്നതാണ്. ഓക്കെ, ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. 2570 വേക്കൻസീസാണ് നിലവിൽ അപ്രൂവ്ഡ് വേക്കൻസീസ് ആയിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേക്കൻസി കൂടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. വേക്കൻസിയെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ അടുത്ത്, നമ്മുടെ പേഴ്സണലി അറിയാവുന്ന കുട്ടികളുടെ അടുത്തും പറയുന്ന കാര്യമാണ്, അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസുകൾ, നോട്ടീസുകൾ, ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സീസ്, കോൺസ്പിറസീസ്, അതിൻ്റെ ഒന്നും പുറകെ നിങ്ങളുടെ സമയം കളയാൻ നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെക്കുന്ന ആളുകളാണെങ്കിൽ, ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, സർക്കാർ ജോലി ലക്ഷ്യം വെക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് ഓപ്ഷനാണുള്ളത്? പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണുള്ളത്. അത് ഒഴിവ് എത്രയാണെന്നുണ്ടെങ്കിലും പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. വേറെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ അല്ല ഞാൻ വേക്കൻസി നോക്കി കറക്റ്റായിട്ട് അതൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിക്കാൻ ഇരിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നവന് ഈ ജോലി ചിലപ്പോൾ അത്ര അത്യാവശ്യം ആയിരിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഓക്കെയാണ്. അതല്ല, സർക്കാർ ജോലി അത്യാവശ്യമാണ്, എനിക്കിത് നേടിയേ പറ്റൂ എന്ന് തീരുമാനമെടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വേക്കൻസി എന്ന് പറയുന്നതോ മറ്റു കോൺട്രവേഴ്സീസോ ഇതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. അതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക. കൃത്യമായിട്ട് ഒരു കോഴ്സ് എടുത്ത് സ്ട്രിക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്നതാണ്. ഇനി അടുത്ത വർഷം വേക്കൻസി കുറച്ചുകൂടെ കൂടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമ്പിൾ എടുക്കുക. 8000ഓളം വേക്കൻസിയിൽ നിന്നാണ് ഇപ്പോൾ 2500 എത്തിപ്പെടുന്നത് അല്ലേ? അടുത്ത വർഷം ചിലപ്പോൾ ഇതിനേക്കാൾ വേക്കൻസി കുറവായിരിക്കും. അപ്പോൾ ഈ തവണ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾ. പക്ഷേ അവർ പോലും ഈ എക്സാം ഒരു പ്രിലിംസ് ആയി കണ്ട് ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളതും ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങളാണ് അതിൻ്റെ സാലറി, അതിൻ്റെ ജോബ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് സ്പീഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മികച്ചൊരു ഓപ്ഷനായി പറയാൻ പറ്റിയ ഒരു കാര്യമാണ് RRB ജൂനിയർ എഞ്ചിനീയർ. RRB ജൂനിയർ എഞ്ചിനീയറിന്റെ സാലറിയെ പറ്റി പറഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്ന 35,400 എന്നത് ഒരു ബേസിക് പേ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ സാലറി ഇതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ ബേസിക് പേ 35,400 പുറമെ 54% DAയും അതുപോലെ തന്നെ HRA, പിന്നെ ട്രാവൽ അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസും, അതുപോലെ തന്നെ നമുക്ക് ഡിഡക്ഷൻ ഒക്കെ കുറച്ചാൽ ഏതാണ്ട് 70,000 ആയിരിക്കും ഒരു എൻട്രി ലെവൽ ജൂനിയർ എഞ്ചിനീയറിന്റെ സാലറി. ഇപ്പൊ പറഞ്ഞ ഈ സാലറി 7th പേ കമ്മീഷൻ പ്രകാരമാണ്. ഇപ്പൊ 2026 8th പേ കമ്മീഷൻ കൂടി വരുന്നതോടെ നമ്മുടെ സാലറി ഒരുപാട് ഉയരാം. ഇനി ഇതിന്റെ പ്രൊമോഷൻ നോക്കിയാൽ ഒരു ജെയുടെ ആദ്യത്തെ പ്രൊമോഷൻ ലെവൽ എന്ന് പറയുന്നത് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആണ്. അതിനുശേഷം അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ, പിന്നെ ഡിവിഷണൽ എഞ്ചിനീയർ, അങ്ങനെ ഒരു ജെഇ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ വരെ എത്തിച്ചേരാം. ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റ് സ്പീഡ് നോക്കിയാലോ, ഏതാണ്ട് 1 വർഷം കൊണ്ട് തന്നെ എക്സാം പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർവീസിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ RRB ജെഇ എന്നത് ഹൈ സാലറിയും സെക്യൂർ ഫ്യൂച്ചറും അതുപോലെ തന്നെ അഷ്വർഡ് ഗ്രോത്തും നൽകുന്ന ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.